എന്താ ഹലോ ഗായ്സ്. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ഏരിയ ഓഡിറ്റ് ഓഫ് വേരിയസ് ഐറ്റംസ് ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വിത്ത് എ സ്പെഷ്യൽ എംഫസിസ് ഓർ സ്പെഷ്യൽ ഹൈലൈറ്റിംഗ് ഓൺ ഓഡിറ്റ് ഓഫ് ഇൻവെന്ററി ആൻഡ് പി പി. ഓക്കെ, സിമ്പിൾ ചാപ്റ്റർ ബട്ട് ഇച്ചിരി ലെങ്തി ചാപ്റ്റർ. ബട്ട് ഞാൻ ഇതില് ഒരു സംഭവം ഞാൻ സ്പെസിഫിക്കലി പറയും, അത് നിങ്ങൾ എന്തായാലും മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിന്റെ മനസ്സിലാക്കേണ്ട പോയിന്റ് ഓഫ് വ്യൂവിലത്തെ 50-80% മനസ്സിലാക്കി. പിന്നെ നിങ്ങൾ എഫേർട്ട് ഇട്ട് പഠിക്കേണ്ട സാധനമുള്ളൂ. ഓക്കെ ഓക്കെ, നമുക്ക് ആദ്യം ഇതില് ഇപ്പോ ഇതിൽ പറയണ വേറെ ഒന്നല്ല. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? മെയിൻലി ബാലൻസ് ഷീറ്റ് ഉണ്ട്, പി എൻ എൽ ഉണ്ട് അല്ലെ. ഈ ബാലൻസ് ഷീറ്റിലുള്ള ഐറ്റംസ് നമുക്ക് അക്കൗണ്ട് ബാലൻസ് എന്ന് പറയാം. കാരണം അതൊരു പോയിന്റ് ഓഫ് ടൈമിലത്തെ ബാലൻസ് അല്ലേ കാണുന്നത്, ഒരു അക്കൗണ്ടിലത്തെ ലെഡ്ജർ അക്കൗണ്ടിലത്തെ ബാലൻസ് അല്ലേ അത്. അപ്പൊ ബാലൻസ് ഷീറ്റ് എന്താണ്? അക്കൗണ്ട് ബാലൻസുകളാണ്. എന്നാൽ പി എൻ എൽ എന്ന് പറഞ്ഞാൽ ക്ലാസ് ഓഫ് ട്രാൻസാക്ഷൻസുകളാണ്. അത് ബാലൻസുകളാണോ? അല്ല, ഡ്യൂറിംഗ് ദ ഇയറിലുള്ള ട്രാൻസാക്ഷന്റെ സമ്മാണ്. ഇപ്പൊ സാലറി 12 ലക്ഷം എന്ന് പറഞ്ഞാൽ ഡ്യൂറിംഗ് ദ ഇയർ സാലറി ഓരോ മാസം 1 ലക്ഷം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ടോട്ടലാണ് ആ സാലറി എന്ന ക്ലാസ് ഓഫ് ട്രാൻസാക്ഷൻ ടോട്ടലാണ് 12 ലക്ഷം. ആ 12 ലക്ഷം അല്ലേ പി എൻ എൽ കാണാം. എന്നാൽ ഓരോ ലെഡ്ജറിന്റെ നെറ്റ് ബാലൻസ് ആണ് ഇത് ബാലൻസ് ഷീറ്റിൽ കാണാം. അപ്പൊ ബാലൻസ് ഷീറ്റ് ഒരു അക്കൗണ്ട് ബാലൻസും പി എൻ എൽ ഒരു ക്ലാസ് ഓഫ് ട്രാൻസാക്ഷനും ആണെന്ന് പറയാം അല്ലെ. അപ്പൊ ഇതിലത്തെ ഓരോ സംഭവങ്ങളാണ് ഓഡിറ്റർ എന്ത് ചെയ്യുക? ചെക്ക് ചെയ്യുക. ബാലൻസ് ഷീറ്റിലത്തെ നോൺ കറണ്ട് അസറ്റ്, കറണ്ട് അസറ്റ്, കറണ്ട് ലൈബിലിറ്റി, നോൺ കറണ്ട് ലൈബിലിറ്റി, അതുപോലെ തന്നെ പി എൻ എൽത്തെ സാലറി, ഇൻകം, എക്സ്പെൻസ്, ഇതൊക്കെയാണ് ചെക്ക് ചെയ്യുക. അപ്പൊ ഇതൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ എന്ത് പോയിന്റ് ഓഫ് വ്യൂ ചെക്ക് ചെയ്യണം? അല്ലെങ്കിൽ ഒരു പർച്ചേസ് അല്ലെങ്കിൽ സാലറി 12 ലക്ഷം അല്ലെങ്കിൽ പർച്ചേസ് 10 ലക്ഷം, ഇതൊക്കെ ഒരു ക്ലാസ് ഓഫ് ട്രാൻസാക്ഷൻ ആണ്. ഇത് റിലേറ്റഡ് ഏതൊക്കെ പോയിന്റ് ഓഫ് വ്യൂ എവിഡൻസ് ഓഡിറ്റർ ഒബ്റ്റെയിൻ ചെയ്യണം? അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ്, നോൺ കറണ്ട് അസറ്റ്, ഇതൊക്കെ അക്കൗണ്ട് ബാലൻസ് ആണ്. ഈ അക്കൗണ്ട് ബാലൻസ് റിലേറ്റഡ് ഏതൊക്കെ പോയിന്റ് ഓഫ് വ്യൂ ഓഡിറ്റർ ഒബ്റ്റെയിൻ ചെയ്യണം, എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യണം, അതൊക്കെ പറയുന്ന ഒരു കുഞ്ഞല്ല, ഇച്ചിരി വലിയൊരു ചാപ്റ്റർ ആണെന്ന സിമ്പിൾ ചാപ്റ്റർ ആണ് ഓഡിറ്റ് ഓഫ് ഐറ്റംസ് ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പൊ ആദ്യം ഇതിൽ കുറച്ച് എന്തൊക്കെ പറയുന്നുണ്ട് നമുക്ക് ജസ്റ്റ് വായിച്ചു വിട്ടേക്കാം. ഇൻ ഇന്ത്യ പ്രിപ്പറേഷൻ ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇസ് ഗൈഡഡ് ബൈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്. നമ്മൾ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് പ്രകാരമല്ലേ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാതെ AS1 തൊട്ട് എത്ര AS ഇല്ലേ നിങ്ങൾ അക്കൗണ്ട്സിൽ പഠിക്കുന്നുണ്ട്. വിച്ച് ഈസ് ഇഷ്യൂഡ് ബൈ ഹൂം? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ, CA ഗവൺ ചെയ്യുന്ന ICI. ദീസ് സ്റ്റാൻഡേർഡ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ബ്രോഡർ ഫ്രെയിംവർക്ക് ഫോർ ഇന്ത്യൻ ജനറൽ അക്കൗണ്ടിംഗ്. ജനറൽ ഇന്ത്യൻ ഗ്യാപ്പിന്റെ ഫുൾ ഫോം എന്തായിരുന്നു? ജനറൽ അക്കൗണ്ട് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് എന്ന് വെച്ചാൽ അക്കൗണ്ടിങ്ങിന് വേണ്ടിയിട്ട് ജനറലി ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഒരു റൂളാണ് എന്ത്? അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്. അപ്പൊ ഇന്ത്യയിൽ നോർമലി ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന അക്കൗണ്ടിങ്ങിൽ യൂസ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് റൂളുകളാണ് എന്ത്? അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു അപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്കിന്റെ ഒരു ഭാഗം, അല്ലെങ്കിൽ ഗ്യാപ്പ്. അപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ ഗ്യാപ്പ് എന്നൊക്കെ സിമിലർ ടേമുകളാണ്. അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് എന്ത്? അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഉള്ളൂ. അതുപോലെ തന്നെ ഷെഡ്യൂൾ 3 യൂസ് ചെയ്യും മാനേജ്മെന്റ് എന്ത്? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ ഷെഡ്യൂൾ 3 ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഫോർമാറ്റ് എങ്ങനെ വേണമെന്നൊക്കെ പറയണത്. അപ്പൊ ഒന്നുമില്ല, ഈ ഷെഡ്യൂൾ 3യും അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡും കൂടണാണ് എന്ത്? അപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക്. അപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്കിനെ പറഞ്ഞ വേറൊരു പേരാണ് എന്ത്? ഗ്യാപ്പ്. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ ഓക്കെ, അത്ര തന്നെ ഉള്ളൂ. ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഇതൊന്നും വലിയ കഥയുള്ള കാര്യമല്ല. ഓക്കെ, ഇനി വൗച്ചിങ് ആൻഡ് വെരിഫിക്കേഷൻ ഇതൊന്നും ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ഒരു ഓഡിറ്റർ ക്ലാസ് ഓഫ് ട്രാൻസാക്ഷൻ റിലേറ്റഡ് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന സംഭവത്തിനെ മൊത്തത്തിൽ പറയുന്ന പേരാണ് എന്ത്? വൗച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഇപ്പൊ പർച്ചേസ് അല്ലെങ്കിൽ സാലറി 12 ലക്ഷം, അതിനെ പറ്റിയിട്ട് എങ്ങനെ ഓഡിറ്റർ എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യുക? അതിന്റെ പേറോൾ നോക്കും, അതിന്റെ സപ്പോർട്ടിങ്സ് നോക്കും. അപ്പൊ ഒരു എക്സ്പെൻസ് റിലേറ്റഡ് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ സപ്പോർട്ടിങ്സ് ചെക്ക് ചെയ്യുക, അതാണ് വൗച്ചിങ്. എന്താ അപ്പൊ വെരിഫിക്കേഷൻ എന്താ? ഒരു അക്കൗണ്ട് ബാലൻസ് റിലേറ്റഡ് എന്ന് വെച്ചാൽ അസറ്റ് ആൻഡ് ലൈബിലിറ്റി റിലേറ്റഡ് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി അതിന്റെ സപ്പോർട്ടിങ്സ് നോക്കുക, അല്ലെങ്കിൽ അതിന്റെ വേണ്ട ഇൻക്വയറി നടത്തുക. അതൊക്കെയാണ് എന്ത്? വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ ചുരുക്കി പറഞ്ഞ എക്സ്പെൻസ് ആൻഡ് ഇൻകം റിലേറ്റഡ് അല്ലെങ്കിൽ ക്ലാസ് ഓഫ് ട്രാൻസാക്ഷൻ റിലേറ്റഡ് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രൊസീജിയർ വൗച്ചിങ്. അസറ്റ് ആൻഡ് ലൈബിലിറ്റി അല്ലെങ്കിൽ അക്കൗണ്ട് ബാലൻസ് റിലേറ്റഡ് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രൊസീജിയറിനെ വെരിഫിക്കേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പൊ വൗച്ചിങ് ഈസ് എ പ്രോസസ് ഓഫ് വെരിഫൈയിങ് അക്യുറസി വെച്ചാൽ കറക്റ്റ് തന്നെ അല്ലേ, അതോറിറ്റി വെച്ചാൽ ഓതറൈസ്ഡ് അല്ലേ. ഇപ്പൊ സാലറി 12 ലക്ഷം പി എൻ എൽ കാട്ടിയിട്ടുണ്ടെങ്കിൽ 12 ലക്ഷം ആ കമ്പനിയിൽ ഓതറൈസ് ചെയ്യാൻ അർഹതപ്പെട്ടത് ആരാണോ അയാൾ ഓതറൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ സത്യസന്ധത ആയിട്ടുള്ളതല്ലേ എന്ന് വെച്ചാൽ ഇല്ല 12 ലക്ഷം കാണിക്കുന്നിടത്ത് 14 അല്ലല്ലോ കാണിക്കുന്നത്, 12 ലക്ഷം കാണിക്കുന്നിടത്ത് 11 അല്ലല്ലോ കാണിക്കേണ്ടത്, കൂടുതലും കുറവല്ലല്ലോ. ഇതൊക്കെ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് പെർഫോം ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് അതിനെ മൊത്തത്തിൽ പറഞ്ഞ പേരാണ് വൗച്ചിങ്. ഓക്കെ, വൗച്ചിങ് ഈസ് എ പ്രോസസ് ഓഫ് വെരിഫൈയിങ് അക്യുറസി, അതോറിറ്റി ആൻഡ് ഒതന്റിസിറ്റി ഓഫ് എ ട്രാൻസാക്ഷൻ. ഇതിന് മെയിൻലി എന്താ ചെയ്യുക? ലൈക്ക് ഇൻസ്പെക്ഷൻ. ഇപ്പൊ നോക്ക്, ഇൻവോയ്സ് കൊണ്ടുവരാൻ വേണ്ടി പറയും. അപ്പൊ എന്താ? ഇൻക്വയറി നടത്തി.
അതിന് ഇൻവോയ്സ് കൊണ്ടുവന്നാൽ ഞാൻ എന്ത് ചെയ്യും, ഇൻസ്പെക്ട് ചെയ്യും, അതൊന്ന് നിരീക്ഷിക്കും. അപ്പൊ ഇതിനൊക്കെ മൊത്തത്തിൽ പറഞ്ഞ പേരെന്ത്, വൗച്ചിങ്. അത്ര മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ വൗച്ചിങ് ഇസ് എ പ്രോസസ് ഓഫ് വെരിഫൈങ് അക്യുറസി, അതോറിറ്റി ആൻഡ് ഒതറിറ്റി ഓഫ് ട്രാൻസാക്ഷൻ ദാറ്റ് അപ്പിയർ ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്. ഈ ഒരു ട്രാൻസാക്ഷന്റെ അക്യുറസി, അതോറിറ്റി, ഒതന്റിസിറ്റി ഒക്കെ എങ്ങനെയാണ് ഓഡിറ്റർ കൺഫേം ചെയ്യുക കറക്റ്റ് അല്ലേ എന്ന്, യൂസിങ് സപ്പോർട്ടിംഗ് വൗച്ചേഴ്സ്. ഇപ്പോൾ പർച്ചേസ് ആണെങ്കിൽ പർച്ചേസ് ഇൻവോയ്സ്, സാലറി ആണെങ്കിൽ പേറോള്, സെയിൽസ് ആണെങ്കിൽ സെയിൽസ് ഇൻവോയ്സ്, എക്സ്പെൻസർ ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ഇൻവോയ്സ്. അപ്പൊ വൗച്ചിങ് എക്സാമിൻസ് അല്ലെങ്കിൽ സപ്പോർട്ടിംഗ്, അപ്പൊ ഒറ്റ ലൈനിൽ പറഞ്ഞാൽ ഇങ്ങനെ പറയാം, എക്സ്പെൻസ് ആൻഡ് ഇൻകം റിലേറ്റഡ് സപ്പോർട്ടിംഗ് ചെക്ക് ചെയ്യുന്നത് വൗച്ചിങ്, അസറ്റ് ആൻഡ് ലയബിലിറ്റി റിലേറ്റഡ് സപ്പോർട്ടിംഗ് ചെക്ക് ചെയ്യുന്നത് വെരിഫിക്കേഷൻ. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ വൗച്ചിങ് എക്സാമിൻസ് വെദർ ഓൾ എൻറ്റിറ്റീസ് ട്രാൻസാക്ഷൻസ് ഹാവ് ബീൻ റെക്കോർഡഡ് ആൻഡ് നത്തിങ് ഹാസ് ബീൻ പർപ്പസ്ഫുള്ളി ലെഫ്റ്റ് ഔട്ട്. അപ്പൊ ഈ വൗച്ചിങ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ട്രാൻസാക്ഷൻസും അക്കൗണ്ട് ചെയ്തിട്ടില്ലേ, ഒന്നും വേണം വെച്ചിട്ട് വിട്ടിട്ടില്ലല്ലോ, കുറച്ച് കാട്ടിയിട്ടില്ലല്ലോ, ട്രാൻസാക്ഷൻസ് ഒക്കെ സഫീഷ്യന്റ് എവിഡൻസ് കൊണ്ട് തന്നെയല്ലേ ട്രാൻസാക്ഷൻസ് ഫിനാൻഷ്യൽ കാട്ടിയിട്ടുള്ളത്, ഫ്രോഡ്ലൻ ട്രാൻസാക്ഷൻസുകളൊന്നും ഇല്ലല്ലോ, ട്രാൻസാക്ഷൻസ് കറക്റ്റ് അക്കൗണ്ടിങ് ഇയർ തന്നെയല്ലേ. ഇപ്പൊ നോക്ക്, സാലറി ഇപ്പൊ ഒരു പർച്ചേസ് 10 ലക്ഷം കാട്ടിയിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ഇൻവോയ്സുകളിലൊക്കെ ആ പെർട്ടിക്കുലർ ഫിനാൻഷ്യലുള്ള ഡേറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ഓൾ ട്രാൻസാക്ഷൻ പ്രോപ്പർലി ഓതറൈസ്ഡ് ബൈ പേഴ്സൺ റെസ്പോൺസിബിൾ ടു ഡു. ഇപ്പൊ കമ്പനിയിലുണ്ടല്ലോ എല്ലാ പർച്ചേസും CFO ഓതറൈസ് ചെയ്യണം എന്നുള്ള റൂൾ ഉണ്ടെങ്കിൽ, ഏഹ് എന്നുള്ള റൂൾ ഉണ്ടെങ്കിൽ എല്ലാ പർച്ചേസിലും CFOന്റെ സൈൻ ഇല്ലേ നോക്കണം. എന്തിന്, അതോറിറ്റി ഓതറൈസ്ഡ് അല്ലേ നോക്കാൻ. ഓക്കെ, അപ്പൊ വൗച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജസ്റ്റ് ഇൻവോയ്സിൽ 5 ലക്ഷം, P&L 5 ലക്ഷം, അങ്ങനെ ജസ്റ്റ് നോക്കലല്ല. ഇത് ശരിക്കും ഓതറൈസ്ഡ് അല്ലേ, സൈനൊക്കെ ഇല്ലേ, ഇതിലുള്ള കറക്റ്റ് എമൗണ്ട് തന്നെ അല്ലേ, P&L കാട്ടിയിട്ടുള്ളത്, ഡേറ്റ് ഒക്കെ കറക്റ്റ് തന്നെയല്ലേ, കറണ്ട് ഇയറിൽ തന്നെയല്ലേ. അപ്പൊ ഒരുപാട് ഏരിയാസ് നോക്കും, അല്ല ജസ്റ്റ് എമൗണ്ട് മാത്രം കമ്പയർ ചെയ്യലല്ല വൗച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഓക്കെ, ട്രാൻസാക്ഷൻ ഹാവ് ബീൻ കാൽക്കുലേറ്റഡ് റെക്കോർഡ് ദ കറക്റ്റ് വാല്യൂ. ഇപ്പൊ നോക്ക്, ഈ പർച്ചേസ് ഇൻവോയ്സിൽ 1000 രൂപ ടാക്സബിൾ വാല്യൂ ഉണ്ട്, 10% ആണ് GST ഉണ്ടെങ്കിൽ 1100 വരണം. 1100 തന്നെയല്ലേ P&L കാട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഉള്ളിലത്തെ ജസ്റ്റ് നമ്മൾ കോമൺ സെൻസ് ഒക്കെ അപ്ലൈ ചെയ്യും, അല്ലാതെ ജസ്റ്റ് ഇൻവോയ്സിലുള്ള എമൗണ്ട്, ഫിനാൻഷ്യൽ എമൗണ്ട് കറക്റ്റ് ആണ് അങ്ങനെ നോക്കലല്ലാന്ന്. ഓക്കെ, ഇപ്പൊ നോക്ക്, ഡേറ്റ് നോക്കി, കാൽക്കുലേഷൻ കറക്റ്റ് അല്ലേ നോക്കി, ഓതറൈസ്ഡ് അല്ലേ നോക്കി, കണ്ട, അത് ട്രാൻസാക്ഷൻ റെക്കോർഡ് റിലേറ്റഡ് ടു ദി ഓർഗനൈസേഷൻ. ഇപ്പൊ എക്സ്പെൻസിന്റെ ഇൻവോയ്സ് നോക്കുമ്പോൾ അതിൽ നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന ക്ലയന്റിന്റെ പേരായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്, ആ ക്ലയന്റിന്റെ പേരിലായിരിക്കണം ബില്ല് ഇൻവോയ്സ് ചെയ്യേണ്ടത്, അല്ലാതെ നാട്ടിൽ കിടക്കുന്ന വല്ല ഇൻവോയ്സ് എടുത്ത് അക്കൗണ്ട് ചെയ്യാൻ പാടില്ല, ഇല്ല. അതുപോലെ തന്നെ പ്രോപ്പർ അക്കൗണ്ടിങ് എൻട്രീസ് ഹാവ് ബീൻ മെയ്ഡ് ഫോർ ഓൾ ട്രാൻസാക്ഷൻ. പർച്ചേസ് ആണെങ്കിൽ പർച്ചേസ് ടു ക്യാഷ്, എക്സ്പെൻസ് ആണെങ്കിൽ എക്സ്പെൻസ് ടു ക്യാഷ്, ഇൻകം ആണെങ്കിൽ ക്യാഷ് ടു ഇൻകം. എന്താ വെച്ചാൽ അപ്പൊ വൗച്ചിങ്ങില് ജസ്റ്റ് എമൗണ്ട് നോക്കലല്ല, ഒരുപാട് കാര്യങ്ങൾ നോക്കും. അപ്പൊ എക്സ്പെൻസ് ഇൻകം അല്ലെങ്കിൽ എക്സ്പെൻസ് ഇൻകം കറക്റ്റ് ആണോ നോക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ടിംഗ് വൗച്ചർ, എക്സ്പെൻസ് ഇൻകം പ്രോപ്പർലി അക്യുറേറ്റ് അല്ലേ, ഓതറൈസ്ഡ് അല്ലേ, സത്യസന്ധത ഉള്ളതല്ലേ നോക്കാൻ വേണ്ടി അതിന്റെ സപ്പോർട്ടിംഗ് വൗച്ചർ നോക്കുകയാണെങ്കിൽ വൗച്ചിങ്. ഇനി അസറ്റ് ലൈബിലിറ്റി അല്ലെങ്കിൽ അക്കൗണ്ട് ബാലൻസിന്റെ എക്സിസ്റ്റൻസ്, ഓണർഷിപ്പ്, പൊസിഷൻ, ക്ലാസിഫിക്കേഷൻ, വാല്യൂഷൻ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ സപ്പോർട്ടിംഗ്സ് ചെക്ക് ചെയ്യണമെങ്കിൽ അതാണ് എന്ത്, വെരിഫിക്കേഷൻ. അസറ്റ് ലൈബിലിറ്റി, എക്സ്പെൻസ് ഇൻകം. ഓക്കെ, വെരിഫിക്കേഷൻ ഇൻവോൾവ്സ് ചെക്കിംഗ് അസറ്റ് ആൻഡ് ലൈബിലിറ്റീസ് റെക്കോർഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്. ദിസ് ഈസ് ഡൺ ത്രൂ ഫിസിക്കൽ ഇൻസ്പെക്ഷൻ ഓഫ്. അപ്പോൾ ഇൻസ്പെക്ഷൻ എന്ന് വെച്ചാൽ ഇപ്പൊ ഫിക്സഡ് അസറ്റ് എനിക്ക് ചെന്ന് ഇൻസ്പെക്ട് ചെയ്യാം. ഇപ്പൊ ഫിക്സഡ് അസറ്റ് 5 ലക്ഷം ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ചെന്ന് ഇൻസ്പെക്ട് ചെയ്യാം. എന്ത്, ഗോഡൌണിൽ ശരിക്കും, എവിടെ കമ്പനിയിൽ ശരിക്കും 5 ലക്ഷത്തിന് ഫിക്സഡ് അസറ്റ് ഉണ്ടോ, ഫിസിക്കലി ഉണ്ടോ, ഫിസിക്കൽ ഇൻസ്പെക്ഷൻ നടത്താം. അതെന്താണ്, ശരിക്കും ഫിനാൻഷ്യൽ കറക്റ്റ് തന്നെയാണോ കാട്ടിയിട്ടുള്ളതെന്ന് ഉറപ്പുവരുത്തേണ്ട ഭാഗമുള്ള പ്രൊസീജിയർ അല്ലേ അത്. അതിന്റെ എക്സാമിന് ലീഗൽ ആൻഡ് ഒഫീഷ്യൽ ഡോക്യുമെന്റ് എന്ന് വെച്ചാൽ അതിന്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്, ലൈബിലിറ്റി 10 ലക്ഷം കാട്ടിയിട്ടുണ്ടെങ്കിൽ ആ ബാങ്കിന്റെ ലോൺ സാങ്ഷൻ ലെറ്റർ, ആ 10 ലക്ഷത്തിന്റെ റീപേയ്മെന്റ് ഷെഡ്യൂള്, അതൊക്കെ എന്തൊരു ഒഫീഷ്യൽ ഡോക്യുമെന്റ് അല്ലേ. അപ്പൊ ഈ ചെക്കിങ് അസറ്റ് ആൻഡ് ലൈബിലിറ്റീസ്, അല്ല ഇപ്പൊ ഫിസിക്കൽ ഇൻസ്പെക്ഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലീഗൽ ആൻഡ് ഒഫീഷ്യൽ ഡോക്യുമെന്റ് ഒക്കെ ചെക്ക് ചെയ്യുന്നതായിക്കോട്ടെ, ഇതിന്റെയൊക്കെ ഗോൾ എന്താ, ഇസ് ടു കൺഫേം എക്സിസ്റ്റൻസ്, ഓണർഷിപ്പ്, പൊസഷൻ, ക്ലാസിഫിക്കേഷൻ, വാല്യുവേഷൻ. എക്സിസ്റ്റൻസ്, ഓണർഷിപ്പ്, പൊസഷൻ, ക്ലാസിഫിക്കേഷൻ, വാല്യുവേഷൻ. ഓക്കെ, അത് കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ്. അപ്പൊ ഈ വെരിഫിക്കേഷൻ അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ചെക്ക് ചെയ്യൽ എന്തിനാണ്, അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ ഫിസിക്കൽ ഇൻസ്പെക്ഷൻ ഒക്കെ എന്തിനാണ്, എക്സിസ്റ്റൻസ് ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റി ആസ് ഓൺ റിപ്പോർട്ടിംഗ് ഡേറ്റ് 31 മാർച്ചിൽ. ഇപ്പൊ ഞാൻ ഫിസിക്കൽ ഇൻസ്പെക്ഷൻ ചെയ്യുന്നത് എന്തിനാണ്, 31 മാർച്ചിൽ ഫിക്സഡ് അസറ്റ് 5 ലക്ഷം കാട്ടിയിട്ടുണ്ടെങ്കിൽ റിയാലിറ്റിയിൽ ഫിക്സഡ് അസറ്റ് 5 ലക്ഷം ഉണ്ടോ നോക്കുക, 5 ലക്ഷത്തിന്റെ വാല്യൂ ഫിക്സഡ് അസറ്റ് ഉണ്ടോ നോക്കുക. അതിപ്പോ ഈ 5 ലക്ഷത്തിൽ 5 മെഷീനറി ആണ് ഫിനാൻഷ്യൽ കാട്ടിയിട്ടുണ്ടെങ്കിൽ 5 മെഷീനറി തന്നെയാണ് റിയാലിറ്റിയിൽ നോക്കുക. അതുപോലെ തന്നെ ഓണർഷിപ്പ് ഓഫ് കൺട്രോൾ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റി ഓൺ റിപ്പോർട്ടിംഗ് ഡേറ്റ്. ഇപ്പോൾ 5 ലക്ഷത്തിന്റെ ഒരു ഫിക്സ് അസറ്റ് ആണെങ്കിൽ അതിന്റെ ബില്ല് നോക്കുക, അതിൽ ക്ലയന്റിന്റെ പേരിനല്ലേ നോക്കുക, ക്ലയന്റിനല്ലേ ഓണർ നോക്കുക. പൊസഷൻ ഓഫ് അസറ്റ് ഓൺ റിപ്പോർട്ടിംഗ് ഡേറ്റ് എന്ന് വെച്ചാൽ കമ്പനി യൂസ് ചെയ്യുന്നില്ലേ നോക്കുക.
പൊസഷൻ യൂസ് ചെയ്യുന്നത് കമ്പനി തന്നെയല്ലേ, നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന ക്ലൈന്റ് തന്നെയല്ലേ. ചാർജസ് ഇഫ് എനി അഗെയിൻസ്റ്റ് അസറ്റ്സ് നമ്മൾ ഇപ്പോ ഈ ഫിക്സഡ് അസറ്റിന്റെ മേലെ വല്ല ലോൺ എടുത്തിട്ടുണ്ടോ, ഫിക്സഡ് അസറ്റ് വല്ല ലോണിന് സെക്യൂരിറ്റി ആക്കി വെച്ചിട്ടുണ്ടോ, അക്കൗണ്ടിങ് ഓഫ് അസറ്റ്. അപ്പോൾ ഇപ്പൊ ലീഗൽ ഡോക്യുമെന്റ്സും അല്ലെങ്കിൽ ഫിസിക്കൽ ഇൻസ്പെക്ഷൻ ഒക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ വെരിഫിക്കേഷൻ ചെയ്യുന്ന, അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് നോക്കുന്നത്, ഇതൊക്കെ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് പറയണത്. ഓക്കെ. അതുപോലെ തന്നെ വാല്യൂഷൻ ഓഫ് അസറ്റ് ഓർ ലൈബിലിറ്റി കറക്റ്റ് തന്നെയല്ലേ. അതുപോലെ തന്നെ അഡിക്വസി ഓഫ് ഡിസ്ക്ലോഷേഴ്സ് റിക്വയർഡ് ബൈ ദ റെലവന്റ് റെഗുലേഷൻ. ഇത് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഫിക്സഡ് അസറ്റ് റിലേറ്റഡ് ഒരുപാട് കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യണം. എന്ന് വെച്ചാൽ ഫിക്സഡ് അസറ്റ് കമ്പനിയുടെ പേരിൽ തന്നെയാണോ, കമ്പനിയുടെ പേരിലല്ലെങ്കിൽ ഇപ്പൊ ചിലപ്പോൾ ഡയറക്ടർമാരുടെ പേരിലൊക്കെ വല്ലതും മേടിച്ചിട്ടുണ്ടായിരിക്കും വല്ല ഫിക്സഡ് അസറ്റ്. അപ്പൊ അതൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് കാണിക്കണം എന്ന് ഷെഡ്യൂൾ 3 പാർട്ട് 1 പറയുന്നുണ്ട്. നമുക്ക് കുറച്ച് തന്നെ പഠിക്കാനുണ്ട്. അപ്പൊ ഇപ്പൊ ഫിക്സഡ് അസറ്റ് റിലേറ്റഡ് കുറച്ച്, അല്ലെ ഫിക്സഡ് അസറ്റ് എന്നല്ല, അക്കൗണ്ട് ബാലൻസ് റിലേറ്റഡ് കുറച്ച് ഡിസ്ക്ലോഷേഴ്സ് കാണിക്കുന്ന ഷെഡ്യൂൾ 3 പാർട്ട് 1 പറയുന്നുണ്ട്. അതുപോലെ തന്നെ P&L അല്ലെങ്കിൽ ക്ലാസ് ഓഫ് ട്രാൻസാക്ഷൻ ഐറ്റംസ് റിലേറ്റഡ് കുറച്ച് ഡിസ്ക്ലോഷേഴ്സ് കാണിക്കുന്ന ഷെഡ്യൂൾ 3 പാർട്ട് 2 പറയുന്നുണ്ട്. അക്കൗണ്ട് ബാലൻസ് അല്ലെങ്കിൽ അസറ്റ് ആൻഡ് ലയബിലിറ്റി റിലേറ്റഡ് കുറച്ച് ഡിസ്ക്ലോഷേഴ്സ് കാണിക്കുന്ന ഷെഡ്യൂൾ 3 പാർട്ട് 1 പറയുന്നുണ്ട്. ക്ലാസ് ഓഫ് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ എക്സ്പെൻസ് ആൻഡ് ഇൻകം റിലേറ്റഡ് കുറച്ച് ഡിസ്ക്ലോഷർ കാണിക്കുന്ന ഷെഡ്യൂൾ 3 പാർട്ട് 2 പറയുന്നുണ്ട്. അപ്പോൾ ആ ഡിസ്ക്ലോഷേഴ്സ് ഒക്കെ പ്രോപ്പർലി, ഇപ്പൊ അക്കൗണ്ട് ബാലൻസ് റിലേറ്റഡ് പ്രോപ്പർ ഡിസ്ക്ലോഷേഴ്സ് ഒക്കെ മാനേജ്മെന്റ് കാണിക്കേണ്ടതൊക്കെ കാട്ടിയിട്ടുണ്ടോ എന്ന് നോക്കണതിന്റെ ഭാഗമായിട്ടാണ്, എന്ന് ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഓഡിറ്റർ എന്ത് ചെയ്യുക, ഫിസിക്കൽ ഇൻസ്പെക്ഷൻ അല്ലെങ്കിൽ ലീഗൽ ആൻഡ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ഒക്കെ എന്ത് ചെയ്യുന്നത്, ചെക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ വെരിഫിക്കേഷൻ ചെയ്യുന്നത്. ഞാൻ പക്കയായിട്ട് പറഞ്ഞിട്ടുണ്ട്. പലർക്കും ഇതിന്റെ വ്യത്യാസം അറിയില്ല. വൗച്ചിങ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, എക്സ്പെൻസ് ആൻഡ് ഇൻകത്തിന്റെ എവിഡൻസ് കിട്ടാൻ വേണ്ടി അതിന്റെ സപ്പോർട്ടിങ്സ് ചെക്ക് ചെയ്യുക. സപ്പോർട്ടിങ്സ് ചെക്ക് ചെയ്യുന്ന ഭാഗമായിട്ട് ഇൻക്വയറി, ഇൻസ്പെക്ഷൻ ഒക്കെ പല പല പ്രൊസീജിയർ ചെയ്യും. റീ പെർഫോമൻസ്, റീ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യും. അപ്പോൾ വാച്ചിങ് എന്ന് വെച്ചാൽ ബ്രോഡ് ടേം ആണ്. ഓക്കെ. എന്നാൽ എക്സ്പെൻസും അസറ്റും ലൈബിലിറ്റിയും എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ സപ്പോർട്ടിങ്സ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതാണ് എന്ത്, വെരിഫിക്കേഷൻ. ഓക്കെ. അപ്പൊ ഈ പറഞ്ഞ പോലെ വെരിഫിക്കേഷൻ ബ്രോഡ് ടേം ആണ്. ഫിസിക്കൽ ഇൻസ്പെക്ഷൻ ഉണ്ട് അതിന്റെ ഉള്ളിൽ, ലീഗൽ ആൻഡ് ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ് ഇൻസ്പെക്ഷൻ ഉണ്ടായിരിക്കാം, ഇൻക്വയറി ഉണ്ടായിരിക്കാം. ഓക്കെ. ഓക്കെ അല്ലേ. ഓക്കെ. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി ഇനി ഇത് നിങ്ങൾ ഇത് എക്സാമിന് ചോദിക്കത്തില്ല. പക്ഷെ ഇത് നിങ്ങൾ പക്കയായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. എന്നാലാണ് ഇനി അങ്ങോട്ടുള്ള സംഭവം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ. റോൾ ഓഫ് എ മാനേജ്മെന്റ് അസേർഷൻസ് ഇൻ ഡിസൈനിങ് ദ ഓഡിറ്റ് പ്രൊസീജിയർ ഇൻ ഓഡിറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അസേർഷൻ ഡിക്ഷണറി മീനിങ്. അസേർഷൻ എന്നുള്ള വാക്ക് നിങ്ങൾ പക്കയായിട്ട് പഠിക്കണം. അസേർഷന്റെ ഡിക്ഷണറി മീനിങ് എന്താ? ഇറ്റ് ഈസ് എ കോൺഫിഡന്റ് ആൻഡ് ഫോഴ്സ്ഫുൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് എ ഫാക്ട് ഓർ ബിലീഫ്. ഇപ്പൊ ഞാനൊരു സംഭവം പറയാണ്, അത് ഇംപ്ലൈഡ് ആയിട്ട് അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ അതെന്താണ്, അസേർഷൻ ആണ്. എന്നുവെച്ചാൽ ഞാൻ സമ്മതിക്കുന്നതാണ്. ഇപ്പൊ ഞാൻ ഒരു ബസ് കയറി ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഞാൻ ഇരിക്കുമ്പോ തന്നെ ഞാൻ ഇംപ്ലൈഡ്ലി സമ്മതിക്കല്ലേ, അല്ലെങ്കിൽ ഇംപ്ലൈഡ്ലി ഞാൻ അസെർട്ട് ചെയ്യല്ലേ. ഈ ബസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ബസ്സിന്റെ പൈസ കൊടുക്കും, ഞാൻ ഇംപ്ലൈഡ്ലി അസെർട്ട് ചെയ്യല്ലേ. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഹോട്ടലിൽ ചെന്ന് ഇരുന്നു, ഫുഡ് കഴിക്കായിരുന്നു, നിങ്ങൾ അവിടെ ഇരിക്കുന്നത് വഴി ഇംപ്ലൈഡ്ലി നിങ്ങൾ പറയല്ലേ, ഫുഡ് കഴിച്ചാൽ ഞാൻ പൈസ കൊടുക്കും അല്ലേ. ഇനിയിപ്പോ നിങ്ങൾ, അപ്പൊ എന്താ, നിങ്ങൾ അവിടെ ഇംപ്ലൈഡ്ലി അസെർട്ട് ചെയ്യാണ്, ഫുഡ് കഴിച്ചതിന് പൈസ കൊടുക്കും ഹോട്ടലിൽ നിന്ന് ഇരുന്നപ്പോൾ, അല്ലെങ്കിൽ ബസ്സിൽ നിന്ന് ഇരുന്നിട്ട് നിങ്ങൾ ഇംപ്ലൈഡ്ലി അസെർട്ട് ചെയ്യണത് ബസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പൈസ തരുന്നുള്ളത്. അതുപോലെ തന്നെ ഇനിയിപ്പോ നിങ്ങൾ ഹോട്ടലില് ചെന്നിരുന്നിട്ട് ആ വെയിറ്റർ വരുമ്പോ പറയണേ, ചേട്ടാ ഞാൻ ഫുഡ് കഴിച്ചിട്ട് പൈസ തരാം ട്ടാ എന്ന് എക്സ്പ്ലിസിറ്റ്ലി പറഞ്ഞാൽ, അത് എക്സ്പ്ലിസിറ്റ്ലി നിങ്ങൾ അസെർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ്ലി നിങ്ങൾ സമ്മതിക്കുകയാണ്. അല്ലെങ്കിൽ ഈ ബസ്സിൽ ഇരുന്നിട്ട് കണ്ടിട്ട് വരുമ്പോൾ ചേട്ടാ ബസ് ചാർട്ട് ചെയ്യുമ്പോൾ പൈസ തരാട്ടാ, അതെന്താ, നിങ്ങൾ എക്സ്പ്ലിസിറ്റ്ലി അസെർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ്ലി സമ്മതിക്കുകയാണ്. അപ്പൊ ഇതുപോലെ മാനേജ്മെന്റ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഒരു ഫിക്സഡ് അസറ്റ് 5 ലക്ഷം കാണിക്കുന്നു, അല്ലെങ്കിൽ പർച്ചേസ് 2 ലക്ഷം കാണിക്കുന്നു, അല്ലെങ്കിൽ സെയിൽസ് 3 ലക്ഷം കാണിക്കുന്നു, അല്ലെങ്കിൽ ഏതൊരു സംഭവം ഇത്ര എമൗണ്ട് കാണിക്കുന്നു പറയുമ്പോൾ അവിടെ മാനേജ്മെന്റ് ഒരുപാട് സംഭവങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അസേർട്ട് ചെയ്യുന്നുണ്ട്. അത് ഇംപ്ലിസിറ്റ് ആവാം, എക്സ്പ്ലിസിറ്റ് ആവാം. When using in auditing context, the assertion refers to some implicit or explicit claims by whom, by management. നിങ്ങൾക്ക് കുറച്ച് മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ, നിങ്ങൾ ഫുള്ള് ശ്രദ്ധിച്ചേക്ക്. While preparing financial statement, companies management make various implicit or explicit claims. That means assertions with respect to completeness, cut-off, existence or occurrence, valuation or measurement, rates and obligations, presentation of assets and liabilities, income and expenditure, and disclosure according to applicable accounting standards. Since an auditor is to appraise അല്ലെങ്കിൽ review the truthfulness and fairness of a financial performance and position, എന്നാൽ P&L and balance sheet as in financial statement, auditor must design the audit procedure in such a way that these assertions by the management are verified appropriately. അപ്പോൾ ഓഡിറ്ററുടെ ഉത്തരവാദിത്തം എന്താ, മാനേജ്മെന്റ് റെപ്രസെന്റ് ചെയ്യുന്ന ഈ അസേർഷൻസുകൾ, അത് ഇംപ്ലിസിറ്റ് ആയിക്കോട്ടെ എക്സ്പ്ലിസിറ്റ് ആയിക്കോട്ടെ, അതൊക്കെ വെരിഫൈ ചെയ്യലാണ്. അതിന് വെരിഫൈ ചെയ്യാനുള്ള ഓഡിറ്റ് പ്രൊസീജിയർ പെർഫോം ചെയ്യലാണ് ആരുടെ ഉത്തരവാദിത്തം, ഓഡിറ്ററുടെ ഉത്തരവാദിത്തം. വെച്ചാൽ കമ്പനി ഓഡിറ്ററുടെ, ഫിനാൻഷ്യൽ ഓഡിറ്റ് ചെയ്യുന്ന ഓഡിറ്ററുടെ ഉത്തരവാദിത്തം. ഏഹ് അത് കുറച്ചൊക്കെ മനസ്സിലായി ഉണ്ടാവും വിചാരിക്കുന്നു. ഞാനൊരു എക്സാമ്പിൾ പറയുമ്പോൾ പക്കായിട്ട് മനസ്സിലാവും. ഇപ്പൊ നോക്ക്,
ഇപ്പൊ മാനേജ്മെന്റ് ഉണ്ടല്ലോ 31 മാർച്ച് 2024 ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തു. ജസ്റ്റ് ഒരെണ്ണം ഞാൻ എക്സാമ്പിൾ ആക്കി എടുക്കുകയാണ്. നോൺ കറണ്ട് അസറ്റ് 8 ലാക്ക് കാട്ടി മാനേജ്മെന്റ്. അപ്പൊ മാനേജ്മെന്റ് ഉണ്ടല്ലോ ബാലൻസ് ഷീറ്റിൽ നോൺ കറണ്ട് അസറ്റ് 8 ലാക്ക് എന്ന് മാത്രമേ കാണിക്കണുള്ളൂ. അപ്പൊ അവിടെ മാനേജ്മെന്റ് ഒരുപാട് സംഭവങ്ങൾ ഇംപ്ലിസിറ്റ്ലി അസേർട്ട് ചെയ്യുന്നുണ്ട്. എന്ത് ഫസ്റ്റത്തെ എന്താ അസറ്റ് ആൻഡ് ലൈബിലിറ്റി, ഇവിടെ അസറ്റ് അല്ലേ നമ്മൾ കാട്ടിയിട്ടുള്ളത്. അപ്പൊ അക്കൗണ്ട് ബാലൻസ് റിലേറ്റഡ് മാനേജ്മെന്റ് ഇംപ്ലിസിറ്റ്ലി റെപ്രസെന്റ് ചെയ്യുന്ന അസേർഷൻസുകളാണ് ഇതൊക്കെ. എന്താ എക്സിസ്റ്റൻസ്, റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ്, കട്ട് ഓഫ്, കംപ്ലീറ്റ്നസ്, വാല്യുവേഷൻ, പ്രസന്റേഷൻ, ഡിസ്ക്ലോഷർ. അപ്പൊ എക്സിസ്റ്റൻസ്, അപ്പൊ മാനേജ്മെന്റ് ഇംപ്ലിസിറ്റ്ലി ഇപ്പൊ മാനേജ്മെന്റ് ബാലൻസ് ഷീറ്റിൽ നോൺ കറണ്ട് അസറ്റ് 8 ലക്ഷം എന്ന് കാണിക്കുമ്പോൾ തന്നെ മാനേജ്മെന്റ് അവിടെ ഇംപ്ലിസിറ്റ്ലി എന്ത് ചെയ്യാണ്, അസേർട്ട് ചെയ്യണ അല്ലെങ്കിൽ സമ്മതിക്കുകയാണ്. എന്ത് 8 ലക്ഷത്തിന്റെ ഫിക്സഡ് അസറ്റ് അസ് ഓൺ 31 മാർച്ച് 2024 അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അവിടെ കമ്പനിയിൽ ഉണ്ട്. മാനേജ്മെന്റ് എന്താ ഇംപ്ലൈഡ്ലി എക്സിസ്റ്റ് ചെയ്യേ. ഇപ്പൊ മാനേജ്മെന്റ് ഉണ്ടല്ലോ ഇവിടെ ഇങ്ങനെ എടുത്ത് പറയൊന്നും വേണ്ട. 8 ലാക്ക് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ മാനേജ്മെന്റ് എടുത്ത് പറയൊന്നും വേണ്ട. പക്ഷെ ഓഡിറ്റർ കാണുമ്പോൾ ഓഡിറ്റർ ഇങ്ങനെ വിചാരിക്കും. എന്ത് മാനേജ്മെന്റ് ഇംപ്ലൈഡ്ലി എക്സിസ്റ്റ് ചെയ്യേ. 8 ലക്ഷം മാനേജ്മെന്റ് ഇവിടെ കാണിക്കുമ്പോൾ ഈ 8 ലക്ഷം കറക്റ്റ് ആണെന്ന് മാനേജ്മെന്റ് സമ്മതിക്കല്ലേ ഇംപ്ലൈഡ്ലി. അത് ചോദിക്കേണ്ട ആവശ്യമില്ല ഓഡിറ്റർ മാനേജ്മെന്റിനോട്. പക്ഷെ മാനേജ്മെന്റ് ഇംപ്ലിസിറ്റ്ലി എക്സ്പ്ലിസിറ്റ് ചെയ്യാണ്, ഇംപ്ലിസിറ്റ്ലി അസേർട്ട് ചെയ്യാണ്. എന്ത് 8 ലക്ഷത്തിന്റെ എക്സിസ്റ്റൻസ് കമ്പനിയിലുണ്ട്. അപ്പോ മാനേജ്മെന്റ് മാലാകൊന്നല്ല, പുണ്യാളനൊന്നല്ല. ഇപ്പൊ നുണ പറയാം. അപ്പൊ ഓഡിറ്റർ എന്ത് ചെയ്യും, ഈ 8 ലക്ഷത്തിന്റെ എക്സിസ്റ്റൻസ് എന്ന് മാനേജ്മെന്റ് ഇംപ്ലിസിറ്റ്ലി അസേർട്ട് ചെയ്യുന്ന ഈ എക്സിസ്റ്റൻസ് ഉണ്ടല്ലോ, ഈ അസേർഷൻ ഉണ്ടല്ലോ, ഇതിന്റെ എവിഡൻസ് ഓഡിറ്റർ ഒബ്റ്റെയിൻ ചെയ്യണം. എങ്ങനെ ഓഡിറ്റർ ഒബ്റ്റെയിൻ ചെയ്യും? അസോൺ 31 മാർച്ച് 8 ലക്ഷം അല്ലേ കാണിക്കുന്നത്. 8 ലക്ഷത്തിന് എത്ര ഫിക്സഡ് അസറ്റ് ആണെന്ന് നോക്കും. 4 ഫിക്സഡ് അസറ്റ് കാണുന്നത്. അപ്പൊ ഫിസിക്കലി ചെന്ന് നോക്കും 4 ഫിക്സഡ് അസറ്റ് ഉണ്ടോ. ആ 4 ഫിക്സഡ് അസറ്റിന്റെ വാല്യൂ ബുക്സ് ഓഫ് പർച്ചേസ് ഡോക്യുമെന്റ് നോക്കിയിട്ട് 8 ലക്ഷം തന്നെയാണോ ഡിപ്രീസിയേഷൻ കഴിച്ച് വരുന്നത് നോക്കും. അപ്പൊ നോക്ക്, ഇപ്പൊ 8 ലക്ഷത്തിന് 4 മെഷീനറി ആണെന്നുണ്ടെങ്കിൽ ആ 4 മെഷീനറി ഫിസിക്കലി ചെന്നിട്ട് ഓഡിറ്റർ ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ മാനേജ്മെന്റ് ഇംപ്ലിസിറ്റ്ലി റെപ്രസെന്റ് ചെയ്ത അസേർഷൻ, എക്സിസ്റ്റൻസ് എന്ന അസേർഷൻ ശരിയാണെന്ന് ഓഡിറ്റർക്ക് ഈ ഫിസിക്കൽ ഇൻസ്പെക്ഷൻ എന്ന ഓഡിറ്റ് പ്രൊസീജിയറിലൂടെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ലേ. അതുപോലെ തന്നെ മാനേജ്മെന്റ് ഇംപ്ലിസിറ്റ്ലി റെപ്രസെന്റ് ചെയ്യുന്ന അടുത്ത അസേർഷൻ ആണ് എന്ത്, റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ. ഇത് അസറ്റ് ആയതുകൊണ്ട് റൈറ്റ്സ് എന്ന് വെച്ചാല് മാനേജ്മെന്റ് 8 ലക്ഷം കാണിക്കുമ്പോൾ തന്നെ മാനേജ്മെന്റ് അവിടെ ഇംപ്ലൈഡ്ലി സമ്മതിക്കാൻ എന്ത്, ഈ 8 ലക്ഷത്തിന്റെ ഓണർഷിപ്പ് അല്ലെങ്കിൽ അവകാശം ആർക്കാണ്, മാനേജ്മെന്റിനാണ്. മാനേജ്മെന്റ് പറഞ്ഞ പോലെ എപ്പോഴും മാന്യന്മാരായിക്കൊള്ളുന്നില്ല, പെരുങ്കള്ളനാവാം. അപ്പൊ ഓഡിറ്റർ എന്ത് ചെയ്യും, ഈ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ് മാനേജ്മെന്റ് ഇംപ്ലൈഡ്ലി അസർട്ട് ചെയ്യുന്നത് കറക്റ്റ് ആണോ നോക്കാൻ 8 ലക്ഷത്തിന്റെ പർച്ചേസ് ഇൻവോയ്സ് എടുത്ത് നോക്കും. അപ്പൊ പർച്ചേസ് നോക്കുമ്പോ എല്ലാ 8 ലക്ഷത്തിന്റെ ഇൻവോയ്സ് ഓഡിറ്റർ വെരിഫൈ ചെയ്തു. അപ്പൊ എന്താ ഓഡിറ്റർക്ക് കൺക്ലൂഡ് ചെയ്തു, മാനേജ്മെന്റ് ഇംപ്ലൈഡ്ലി അസർട്ട് ചെയ്ത റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ അസേഷൻ, ലൈക്ക് റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ ലൈബിലിറ്റിക്കുള്ളതാണ്. ഇവിടെ അസറ്റ് ആയതുകൊണ്ട് നമ്മൾ റൈറ്റ്സ് ആണ് ഇവിടെ ഫോക്കസ് വരാം. റൈറ്റ്സ് കറക്റ്റ് ആണ് ഓഡിറ്റർക്ക് അസ്യൂം മനസ്സിലാക്കിക്കൂടെ, മാനേജ്മെന്റ് ഇംപ്ലൈഡ്ലി അസർട്ട് ചെയ്ത ഈ അസർഷൻ കറക്റ്റ് ആണ്. അപ്പൊ നോക്കണ്ട, ഇവിടെ ഓരോ അസർഷനെയും എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യണം ആര്, ഓഡിറ്റർ. ഈ മാനേജ്മെന്റ് ഇതൊക്കെ ഇംപ്ലൈഡ്ലി അസർട്ട് ചെയ്യാണ് 8 ലക്ഷം വെറുതെ കാണിക്കുന്നത് കൊണ്ട്. മാനേജ്മെന്റ് എടുത്ത് പറഞ്ഞില്ലെങ്കിൽ മാനേജ്മെന്റ് ഇതൊക്കെ ഇംപ്ലൈഡ്ലി അസർട്ട് ചെയ്യുന്നതായിട്ട് ആരും അസ്യൂം ചെയ്യും, ഓഡിറ്റർ അസ്യൂം ചെയ്യും. പക്ഷെ ഇതൊക്കെ ശരിയാണെന്ന് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യണ്ടേ. അതിനെന്ത് ചെയ്യും, അതിന് കറസ്പോണ്ടിങ് എന്താ എവിഡൻസ് പ്രൊസീജിയർ അപ്രോപ്രിയേറ്റ് ചെയ്യാൻ ഓഡിറ്റർ പെർഫോം ചെയ്യും. അപ്പൊ നമുക്ക് ഇതൊക്കെ ഇംപ്ലിസിറ്റ് അസർഷനാണ്. കാരണം ഓഡിറ്റർ മാനേജ്മെന്റ് ഇവിടെ എടുത്ത് പറയുന്നില്ല. എന്നാൽ മാനേജ്മെന്റ് ഉണ്ടല്ലോ, ഇപ്പൊ നോൺ കറണ്ട് അസറ്റ് ആർ പ്രോപ്പർലി വാല്യൂഡ് ആൻഡ് ഫുള്ളി അക്കൗണ്ടഡ് എന്ന് നോട്ട്സ് അക്കൗണ്ട്സിൽ കാണിക്കുകയാണെങ്കിൽ അവിടെ മാനേജ്മെന്റ് അത് എടുത്ത് പറയുന്നുണ്ട്. ഇവിടെ മാനേജ്മെന്റ് ശരിക്കും ഇത് മാത്രമേ കാണിക്കണുള്ളൂ. ഇതൊക്കെ ഞാൻ ജസ്റ്റ് എഴുതി കാട്ടിയതാ. മാനേജ്മെന്റ് ഇത് ബാലൻസ് ഷീറ്റിൽ കാണിക്കില്ല, ബാലൻസ് ഷീറ്റിൽ ഇത് മാത്രം കാണിക്കുന്നുള്ളൂ. അപ്പൊ ഇതൊക്കെ എന്താ ഇംപ്ലിസിറ്റ് അസേഷനാ. എന്നാൽ മാനേജ്മെന്റ് ഇപ്പോഴല്ലോ നോട്ട്സ് അക്കൗണ്ട്സിൽ ഇങ്ങനെ എടുത്ത് പറയാണ് നോൺ കറണ്ട് അസറ്റ് ആർ പ്രോപ്പർലി വാല്യൂഡ് ആൻഡ് ഫുള്ളി അക്കൗണ്ടഡ്. അപ്പൊ അവിടെ നോക്ക്, എക്സ്പ്ലിസിറ്റ് അസേഷൻ ആണ്. പ്രോപ്പർലി വാല്യൂഡ് എന്ന് പറയുമ്പോൾ വാല്യുവേഷൻ, ഫുള്ളി അക്കൗണ്ട് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്നെസ്. മാനേജ്മെന്റ് എടുത്ത് പറയല്ലേ, അതാണ് ഇത് എക്സ്പ്ലിസിറ്റ് അസേഷൻസ്. ഇതൊക്കെ എന്താണ്, ഇംപ്ലിസിറ്റ് അസേഷൻസ്. ഓക്കെ. അപ്പൊ ഇനി കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ, 31 മാർച്ച് വരെ അക്കൗണ്ട് ചെയ്യേണ്ട ഫിക്സഡ് അസറ്റ് തന്നെയല്ലേ ആ പെർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയർ അക്കൗണ്ട് ചെയ്തിട്ടുള്ളത്. 31 മാർച്ചിന് ശേഷം അക്കൗണ്ട് ചെയ്യേണ്ട ഫിക്സഡ് അസറ്റ് ഒക്കെ ആ 31 മാർച്ചിന് ശേഷം തന്നെയല്ലേ അക്കൗണ്ട് ചെയ്തിട്ടുള്ളത്. ഇത് എൻഷുർ ചെയ്യലാണ് എന്ത്, കട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ മാനേജ്മെന്റ് ഇംപ്ലൈഡ്ലി അസർട്ട് ചെയ്യാൻ എന്ത്, 31 മാർച്ചിന് മുന്നേ ഉള്ള ഫിക്സഡ് അസറ്റ്. ഇപ്പോൾ 31 മാർച്ച് 2024 എന്ന് പറയുമ്പോൾ 31 മാർച്ച് ഇവിടെ ഫിനാൻഷ്യൽ ഇയർ ഏതാ, 23-24 അല്ലേ വരാം. അപ്പൊ 31 മാർച്ച് 2024 വരെയുള്ള ഫിക്സഡ് അസറ്റ് ആണ് ഈ 8 ലക്ഷത്തിൽ വരാൻ പാടുള്ളൂ. ഇപ്പൊ നോക്ക്, 1 ഏപ്രിൽ 2024 മേടിച്ചൊരു ഫിക്സഡ് അസറ്റ് 8 ലക്ഷത്തിൽ വരാൻ പാടുണ്ടോ, ഇല്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എന്താ, അവിടെ കട്ട് ഓഫ് എന്ന അസെഷൻ വയലേറ്റ് ചെയ്തു. അപ്പൊ മാനേജ്മെന്റ് ഇംപ്ലൈഡ്ലി സമ്മതിക്കാൻ എന്ത്, 31 മാർച്ചിന് ശേഷമുള്ളത് ഇല്ല, 31 മാർച്ചിന് മുന്നേ ഉള്ളതുള്ള ആ കട്ട് ചെയ്യുന്ന ഡേറ്റിന് മുന്നേ ഉള്ള
എമൗണ്ടുകളുള്ളൂ എന്ന് മാനേജ്മെന്റ് ഇംപ്ലോയിയിൽ അസർട്ട് ചെയ്യല്ലേ ഇത്. പക്ഷെ അതപ്പോൾ ഓഡിറ്റർ എന്ത് ചെയ്യണം? വെരിഫൈ ചെയ്യണം. അതിനെന്ത് ചെയ്യുക? ലൈക്ക് ഈ പർച്ചേസ് ഇൻവോയ്സ് നോക്കിയാൽ മതി. അതുപോലെ തന്നെ കംപ്ലീറ്റ്നെസ് ഇപ്പോൾ ഡ്യൂറിംഗ് ദി ഇയർ 10 ഫിക്സഡ് അസറ്റ് മേടിച്ചിട്ടുണ്ടെങ്കിൽ 10 ഫിക്സഡ് അസറ്റിന്റെ വാല്യൂ ഇതിലുണ്ടായിരിക്കണം. 10 മേടിച്ചിട്ട് ഒരു 8 വാല്യൂ ഇതിലുള്ളതെന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ? കംപ്ലീറ്റ്നെസ് അല്ലാന്നാ. അപ്പോൾ മാനേജ്മെന്റ് ഇംപ്ലിസിറ്റ് എന്ത് ചെയ്യും? അസേർട്ട് ചെയ്യും അല്ലെങ്കിൽ സമ്മതിക്കും കംപ്ലീറ്റ്ലി അക്കൗണ്ട് ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷെ മാനേജ്മെന്റ് പുണ്യാളനല്ല, ചിലപ്പോൾ ഉടായ്പ കാണിക്കും. അപ്പോൾ ഓഡിറ്റർ എന്ത് ചെയ്യണം? അത് ചെക്ക് ചെയ്യണം. അതിനെന്ത് ചെയ്യാം? പർച്ചേസ് ഇൻവോയ്സ് തന്നെ നോക്കാം. അല്ലെങ്കിൽ ഇവരുടെ ഫിക്സഡ് അസറ്റ് രജിസ്റ്റർ ഒക്കെ ഉണ്ടായിരിക്കും. അതിലിപ്പോൾ 10 ഫിക്സഡ് അസറ്റ് കാട്ടിയിട്ടുണ്ടെങ്കിൽ അത് തന്നെ അതിന്റെ വാല്യൂ കറസ്പോണ്ട് ചെയ്യുന്ന ബാലൻസ് ഷീറ്റ് ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഉണ്ടെങ്കിൽ മാനേജ്മെന്റ് ഇംപ്ലോയിലി അസേർട്ട് ചെയ്ത കംപ്ലീറ്റ്നെസ് അസേർഷൻ കറക്റ്റാണ് ഓഡിറ്റർ കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ. ഓക്കെ. അതെന്താണ് അപ്രോപ്രിയേറ്റ് പ്രൊസീജിയർ അവിടെ ഉള്ളത് അത് ഓഡിറ്റർക്ക് പെർഫോം ചെയ്യാം. അതുപോലെ തന്നെ വാല്യുവേഷന്, അതുപോലെ തന്നെ ഷെഡ്യൂൾ ഏതാണ് ഷെഡ്യൂൾ 3 പാർട്ട് 1 പ്രകാരം ഒരുപാട് ഡിസ്ക്ലോസസ് ചെയ്യണമെന്നുണ്ട് ഒരു ഫിക്സഡ് അസറ്റ് റിലേറ്റഡ്. അപ്പോൾ അതൊക്കെ പ്രോപ്പർലി ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടെന്ന് മാനേജ്മെന്റ് ഇംപ്ലോയിലി അസർട്ട് ചെയ്യുക ചെയ്യുക. അത് മാനേജ്മെന്റ് പറഞ്ഞത് ശരിയാണെന്നുള്ളത് ഓഡിറ്റർ എന്ത് ചെയ്യണം? ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ നോട്ട്സ് അക്കൗണ്ട്സ് നോക്കിയിട്ട് പ്രോപ്പർ ഡിസ്ക്ലോസർ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഓഡിറ്റർ എന്ത് ചെയ്യണം? മാനേജ്മെന്റ് ഇംപ്ലോയിലി അസർട്ട് ചെയ്യുന്നത് കറക്റ്റ് ആണോ നോക്കണം. ഇപ്പൊ നോക്ക്, ഫിക്സഡ് അസറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്രീസിയേഷൻ കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് ആയിരിക്കണം. അത് അങ്ങനെ തന്നെയല്ലേ? അങ്ങനെയാണെങ്കിൽ പ്രസന്റേഷൻ കറക്റ്റ് ആണ്. അപ്പൊ മാനേജ്മെന്റ് ഒക്കെ ഉണ്ടല്ലോടാ, ഇതൊക്കെ മാനേജ്മെന്റ് ഇംപ്ലൈഡ്ലി ഇപ്പൊ മാനേജ്മെന്റ് 8 ലക്ഷം കാട്ടിക്കഴിഞ്ഞാൽ മാനേജ്മെന്റ് അവിടെ ഇംപ്ലൈഡ്ലി സമ്മതിക്കുകയാണ് 8 ലക്ഷം കറക്റ്റ് ആണ്. ഇൻ ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് എക്സിസ്റ്റൻസ്, ഇൻ ദ പോയിന്റ് ഓഫ് ലെഫ്റ്റ്, ഇൻ ദ പോയിന്റ് ഓഫ് കട്ട് ഓഫ്, ഇൻ ദ പോയിന്റ് ഓഫ് കംപ്ലീറ്റ്നസ്, ഇൻ ദ പോയിന്റ് ഓഫ് വാല്യൂഷൻ, ഇൻ ദ പോയിന്റ് ഓഫ് പ്രസന്റേഷൻ ഡിസ്ക്ലോഷർ. അതൊക്കെ മാനേജ്മെന്റ് ഇംപ്ലൈ സമ്മതിക്കുകയാണ്. പക്ഷെ മാനേജ്മെന്റ് ഇപ്പൊ നുണയായിരിക്കാൻ പറയുണ്ടാവുക. അത് കൺഫേം ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഈ ഓരോ അസർഷന്റെ എവിഡൻസ് ആരും ഒബ്റ്റെയിൻ ചെയ്യണം? ഓഡിറ്റർ ഒബ്റ്റെയിൻ ചെയ്യണം. ഞാൻ പക്കയായി പറഞ്ഞു തന്നിട്ടുണ്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ. അപ്പൊ ഇവിടെ ഇപ്പൊ ഞാനുണ്ടല്ലോടാ ഒരു അക്കൗണ്ട് ബാലൻസ് റിലേറ്റഡ് എന്താണ് അസേർഷൻസിലാണ് പറഞ്ഞത്. ഈ സെയിം സംഭവം തന്നെയാണ് എന്തിനും ഒരു ക്ലാസ് ഓഫ് ട്രാൻസാക്ഷൻ റിലേറ്റഡ് അസേർഷൻസിൽ വരുന്നത്. ഇപ്പൊ സാലറി 12 ലക്ഷം കാണിക്കുമ്പോൾ അവിടെ ഇംപ്ലൈഡ്ലി മാനേജ്മെന്റ് അസേർട്ട് ചെയ്യുന്നത് ഇത് ഫുള്ളി 12 ലക്ഷം ഒക്കർ ചെയ്തിട്ടുണ്ട് ഡ്യൂറിംഗ് ദ പർട്ടിക്കുലർ ഇയർ 24, 23, 24. അതുപോലെ തന്നെ സാലറി 12 ലക്ഷം ഫുള്ളി അക്കൗണ്ടഡ് ആണ് വെച്ചാൽ ഇപ്പൊ നോക്ക്, ഓരോ മാസം 1 ലക്ഷം ആണെങ്കിൽ ഇവിടെ 12 ലക്ഷം വരണം. 11 വന്നു കഴിഞ്ഞാല് ഒരു മാസത്തെ സാലറി അക്കൗണ്ട് ചെയ്തിട്ടില്ല എന്നല്ല, അപ്പൊ കംപ്ലീറ്റ് അല്ല. അപ്പൊ നമുക്ക് മാനേജ്മെന്റ് ഇംപ്ലൈഡ്ലി അസർട്ട് ചെയ്യാണ് എന്ത്? 12 ലക്ഷം എന്ന് പറഞ്ഞാൽ 31 മാർച്ചിന് മുന്നേ ഉള്ളത് മാത്രമല്ലോ പ്രോപ്പർലി വാല്യൂ ചെയ്തിട്ടുണ്ട്, പ്രോപ്പർലി P&L പ്രസന്റ് ചെയ്തിട്ടുണ്ട്, വേണ്ട ഡിസ്ക്ലോസർ ഒക്കെ ഷെഡ്യൂൾ 3 പാർട്ട് 2 പ്രകാരം കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ മാനേജ്മെന്റ് ഇംപ്ലൈഡ്ലി റെപ്രസെന്റ് ചെയ്യാണ്. മാനേജ്മെന്റ് P&L സാലറി 12 ലക്ഷം എന്ന് കാണിക്കുമ്പോൾ അതൊക്കെ ശരിക്കും ഉള്ളത് തന്നെയല്ലേ എന്ന് ആര് എൻഷുർ ചെയ്യണം? ഓഡിറ്റർ എൻഷുർ ചെയ്യണം. ബൈ പെർഫോമിംഗ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് പ്രൊസീജിയർ ടു ഒബ്റ്റെയിൻ എവിഡൻസ് ഫോർ ദീസ് പർട്ടിക്കുലർ ട്രാൻസാക്ഷൻസ്, പർട്ടിക്കുലർ അസേർഷൻസ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഞാൻ പക്കയായി പറഞ്ഞു തന്നിട്ടുണ്ട്. എന്ത് ചെയ്യുക? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പൊ ഇനി ഉണ്ടല്ലോടാ, ഇനി നമുക്ക് എന്താ പറയാ, അപ്പൊ ഇതാണ് നിങ്ങൾ മെയിൻലി മനസ്സിലാക്കേണ്ടത്. ഇത് എക്സാമിന് MCQ ഒക്കെ വേണമെങ്കിൽ ചോദിച്ചേക്കാം. ഇനി ഈ ചാപ്റ്ററിൽ എന്താ പഠിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ P&L ഐറ്റംസുകൾ തന്നിട്ടുണ്ട്. ഇപ്പൊ നോക്ക്, റവന്യൂ ഫ്രം ഓപ്പറേഷൻ അതിന്റെ ഒക്കറൻസ് എന്ന അസേർഷൻസിന് എങ്ങനെ എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യാൻ ഓഡിറ്റർക്ക് അതിന്റെ ഓഡിറ്റ് പ്രൊസീജിയർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ P&Lത്തെ റവന്യൂവിന്റെ കട്ട് ഓഫ് എന്ന അസേർഷന് എങ്ങനെ എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യാം, കംപ്ലീറ്റ്നെസ് എന്ന അസേർഷന് എങ്ങനെ എവിഡൻസ് ഓഡിറ്റർക്ക് ഒബ്റ്റെയിൻ ചെയ്യാം, എവാലുവേഷൻ അല്ലെങ്കിൽ മെഷർമെന്റ് എന്ന അസേർഷന് എങ്ങനെ ഓഡിറ്റർക്ക് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യാം, അതൊക്കെയാണ് ഇനി അങ്ങോട്ട് പഠിക്കാനുള്ളത്. ഓക്കെ. അതുപോലെ തന്നെ വേണ്ട ഷെഡ്യൂൾ 3 പാർട്ട് പ്രകാരം ഇത്രയൊക്കെ ഡിസ്ക്ലോഷർ കൊടുത്തിട്ടുണ്ടായിരിക്കണം. പ്രസന്റേഷൻ ഡിസ്ക്ലോഷർ ഭാഗമായിട്ട് ഇത്രയൊക്കെ ഡിസ്ക്ലോഷർ മാനേജ്മെന്റ് കൊടുത്തിട്ടുണ്ടായിരിക്കണം. അതൊക്കെ കൊടുത്തിട്ടില്ലേ എന്ന് ഓഡിറ്റർ നോക്കണം. അങ്ങനെ ഓഡിറ്റർ നോക്കുമ്പോൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാനേജ്മെന്റ് ഇംപ്ലൈഡ്ലി അസർട്ട് ചെയ്തുള്ള പ്രസന്റേഷൻ ഡിസ്ക്ലോഷർ എന്ന അസേർഷൻ കറക്റ്റ് ആണെന്ന് ഓഡിറ്റർക്ക് കൺക്ലൂഡ് ചെയ്തൂടെ? അതുപോലെ തന്നെ ഇപ്പൊ അതർ ഇൻകത്തിനെയും അതുപോലെ തന്നെ കുറെ കഴിഞ്ഞാൽ ഇനി അക്കൗണ്ട് ബാലൻസിന്റെ കാണാം. പാറ്റന്റ്, പ്രോപ്പർട്ടി പ്ലാന്റ് ഡോക്യുമെന്റ് ഇതെന്താ ബാലൻസ് ഷീറ്റ് ഐറ്റംസ് അക്കൗണ്ട് ബാലൻസ്. അപ്പോൾ ഈ അക്കൗണ്ട് ബാലൻസ് റിലേറ്റഡ് എക്സസ് എന്ന അസേർഷൻ എങ്ങനെ ഓഡിറ്റർക്ക് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യാം, അതിന്റെ ഓഡിറ്റ് പ്രൊസീജിയർ പറയുന്നുണ്ട്. റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ അസേർഷൻ എങ്ങനെ ഓഡിറ്റർക്ക് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യാം, അതിന്റെ ഓഡിറ്റ് പ്രൊസീജിയർ പറയുന്നുണ്ട്. പ്രോപ്പർട്ടി പ്ലാന്റ് ഡോക്യുമെന്റിന്റെ കട്ട് ഓഫ് എന്ന അസേർഷൻസിനെ പറ്റിയിട്ട് ഓഡിറ്റർക്ക് എങ്ങനെ എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യാം, അതിന്റെ പ്രൊസീജിയർ പറയുന്നുണ്ട്. കണ്ട, അപ്പൊ ഇനി അങ്ങോട്ട് ഓരോ ഐറ്റംസ് ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഓരോ അസേർഷൻസിനെയും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് എന്താണ് ഫോർ ഓഡിറ്റർ ടു ഒബ്റ്റെയിൻ ഓഡിറ്റ് എവിഡൻസ് ടു ഒബ്റ്റെയിൻ ഓഡിറ്റ് എവിഡൻസ് ഫോർ ദാറ്റ് റെസ്പെക്റ്റീവ് അസേർഷൻസ്. അതാണ് എന്തുള്ളത് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ അല്ലേ? പക്കല്ലേ? അപ്പൊ ഇൻട്രോ, അപ്പൊ ഇത് ഞാൻ ഈ അസേർഷൻ നിങ്ങൾ ഒരു പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കി കഴിഞ്ഞാല് എന്താ ഈ ബാക്കിയുള്ളത് പക്കയായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്ത് അസേർഷൻ എനിക്ക് എന്ത് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം. ഇനിയിപ്പോൾ യൂട്യൂബിലെല്ലാം കാണുകയാണെങ്കിൽ അസേർഷൻ എന്ത് ചെയ്യുക, കമന്റ് ഇടുക. മനസ്സിലായെങ്കിൽ മാത്രം ഈ പോയിന്റ് വരെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സീരിയസ് ആണ്. നിങ്ങൾ സീരിയസ് ആണെങ്കിൽ ഇത് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. അപ്പൊ മനസ്സിലായിട്ടുണ്ടെങ്കിൽ അസേർഷൻസ് എന്ത് ചെയ്യുക, കമന്റ് ഇടുക. ഓക്കെ. അപ്പൊ എനിക്കും ഒരു മോട്ടിവേഷൻ ആണ്. ഓക്കെ.